മാസങ്ങളായി ആഗോള സമ്പദ് വ്യവസ്ഥയും മിഡിൽ ഈസ്റ്റിനെയും യുദ്ധഭീതിയിലാഴ്ത്തിയ ഇറാൻ സംഘർഷത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടുള്ള സുപ്രധാന സമാധാന പ്രഖ്യാപനം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഉണ്ടാകുമെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യ സന്ദർശനത്തിനിടെ ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് അടുത്ത കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ലോകത്തിന് ഒരു സന്തോഷ വാർത്ത ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കരുതുന്നതായി അദ്ദേഹം വെളിപ്പെടുത്തിയത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നയതന്ത്ര ധാരണയ്ക്ക് ഇരു രാജ്യങ്ങളും തൊട്ടടുത്തെത്തിയതായി കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ ഭരണകൂടവും സ്ഥിരീകരിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽ പാതയായ ഹോർമസ് കടലിടുക്ക് ഇറാൻ വീണ്ടും തുറന്നു നൽകുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാൻ ഹോർമസ് കടലിടുക്ക് തുറന്നു നൽകുകയും അതിന് പകരമായി അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള കടുത്ത നാവിക ഉപരോധം പിൻവലിക്കുകയും ചെയ്യുന്നതാകും സമാധാന ധാരണയുടെ ആദ്യപടിയെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇതിന്റെ തുടർച്ചയായി അടുത്ത 60 ദിവസത്തിനകം ഇരു രാജ്യങ്ങളും തമ്മിൽ വിപുലമായ ഒരു ഔദ്യോഗിക സമാധാന കരാർ ഒപ്പുവെക്കാനുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ്. ചർച്ചകൾ വിജയകരമായി പൂർത്തിയായാൽ വിദേശ രാജ്യങ്ങളിൽ മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ ഇറാനിയൻ ആസ്തികൾ തിരികെ നൽകുമെന്ന് അമേരിക്ക ഉറപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ അമേരിക്കയും ഇസ്രയേലും ഇറാനിൽ നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിന് ശേഷം കടുത്ത യുദ്ധപ്രതീതിയിലായിരുന്ന പശ്ചിമേഷ്യയിൽ വലിയൊരു ആശ്വാസത്തിനാണ് ഈ പുതിയ നീക്കങ്ങൾ വഴി തുറക്കുന്നത്.